2004 ബഹുമാനപ്പെട്ട ഉസ്താദിന് ജോർദാൻ ഗവൺമെന്റ് മതമൈത്രിയുടെ ഒരു വലിയ കരാറ് ഇന്ത്യൻ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒപ്പുവെച്ചത് 2004. 2007 2001 അമേരിക്കയുടെ ഇരട്ട ബിൽഡിംഗ് തകർന്നപ്പോൾ ലോകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരുമൊക്കെ 3 രീതിയിലായി. അവരൊരിക്കലും പരസ്പരം അടുക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ കോമൺവേൾഡ് എന്ന് പറയുന്ന 187 ലോകത്തിലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒപ്പുവെച്ചൊരു സമാധാന കരാറുണ്ടാക്കി. അതിൽ ഇന്ത്യയിൽ നിന്ന് ഒപ്പുവെച്ചത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. 2007 ഉസ്താദ് ജോർദാൻ ഗവൺമെന്റിന്റെ തന്നെ കീഴിൽ റോയൽ അക്കാഡമിയും മറ്റു വലിയ യൂണിവേഴ്സിറ്റിയും ചേർന്നിറക്കിയ ലോകത്തിലെ 500 പ്രശസ്തരായ ലോകത്തെ സ്വാധീനിച്ച ഇൻഫ്ലുവൻഷ്യൽ മുസ്ലിംകളുടെ ലിസ്റ്റ് എടുത്ത് അതിലേറ്റവും പ്രഗത്ഭരായ ഒരാളായി ഇന്ത്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പുസ്തകത്തിന്റെ തുടക്കകാലം മുതലേ ഉണ്ട്. ഒടുക്കമാകുമ്പോഴേക്ക് കേരളത്തിൽ നിന്ന് 2 or 3 പേര് വേറെയും ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരിയെ പോലുള്ളവരും അതിലുണ്ട്. പക്ഷെ അതിന്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട്. ഒരുപാട് അവാർഡുകൾ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്. ഉസ്താദിന്റെ റൂമും അതുപോലെ അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്റർനാഷണലി റിക്കഗ്നൈസ്ഡ് ആയ അവാർഡുകളെ പറ്റി ഒരു ചെറിയ ചുരുക്കം. 1992 ഇസ്ലാമിക അക്കാഡമി അവാർഡ് UAE-യിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് 92 ലഭിച്ചു. 2005 ഹാമിൽ അൽ ഗൈത്ത് അന്താരാഷ്ട്ര ഖുർആൻ അവാർഡ് ഉസ്താദിന് ലഭിക്കുകയുണ്ടായി. ബെസ്റ്റ് ഇൻഡോ അറബ് പേഴ്സണാലിറ്റി അവാർഡ് 2006 ഇന്ത്യ അറബ് ബന്ധം ശക്തമാക്കിയതിന് ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിച്ചു. ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് സൗദി അറേബ്യയിൽ നിന്ന് 2008 ഉസ്താദിന് ലഭിച്ചു. ജ്വൽസ് ഓഫ് മുസ്ലിം വേൾഡ് അവാർഡ് എന്ന പേരിൽ മലേഷ്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് 2016 ഒരു അവാർഡ് ലഭിച്ചു. 2023 നാം ഏറ്റവും അഭിമാനത്തോടുകൂടെ സ്വന്തം ഫ്ലൈറ്റ് കൊടുത്തയച്ചു. മലേഷ്യയുടെ പ്രധാനമന്ത്രി അതിനു വേണ്ടുന്ന ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് ഉസ്താദിനെ കൊണ്ടുപോയി വളരെ മഹത്തരമായ ആദരവോടുകൂടെ ഉസ്താദിന് 2023 മലേഷ്യയുടെ ഹിജ്റ അവാർഡ് ഉസ്താദിന് സമ്മാനിച്ചു. ഒരുപാട് പ്രശ്നങ്ങളിൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട്, വലിയ വലിയ സംഭവങ്ങളിൽ. അതിലേറ്റവും പുതിയത് നിമിഷപ്രിയയുടെ കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രഗത്ഭമായതും രാജ്യത്തെ എല്ലാവിധ ജനങ്ങളും ഒരുപോലെ ഉസ്താദിന്റെ കൂടെ നിൽക്കുകയും ചെയ്ത മഹത്തായ ആ ഒരു സംഭവം ഉസ്താദിന്റെ ഇത്രയും വലിയ അസുഖങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തിന്റെ ഭാഗമായി ലഭിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. രണ്ടാമത്തത് 2011 നമുക്കെല്ലാം ആശങ്കയോടും, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശങ്ക നിറഞ്ഞൊരു പ്രശ്നമായിരുന്നു നിക്കാക്കത്ത് എന്ന് പറയുന്നൊരു പ്രശ്നം. അത് വന്നപ്പോൾ അന്നത്തെ മക്ക ഗവർണറുമായി കൂടിയാലോചിച്ചു. ആ നിയമങ്ങളിൽ വളരെ വലിയ വിട്ടുവീഴ്ച നടത്താൻ ഉസ്താദിന്റെ ഇടപെടൽ കാരണമായി 2011